പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, ഞങ്ങൾ ഉച്ചത്തിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ. ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്കും പരിശുദ്ധ അമ്മേ, അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അവർക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നട്ടലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതത്തിൻ്റെ കരം അവർക്ക് നേരെ ഒന്ന് നീട്ടണമേ. അവരനുഭവിക്കുന്ന വേദനയിൽ നിന്ന് അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അനുഗ്രഹമായി അത്ഭുതമായി ഈ പ്രാർത്ഥനയിലൂടെ അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൈറോയിഡിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ആ മക്കളെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗമെന്തെന്ന് പോലും അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിരവധിയായ രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളിലേക്ക് അത്ഭുതമായി രോഗസൗഖ്യമായി അമ്മ കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ കൈകളിലേക്ക് എത്തിക്കണമേ. ശക്തമായ ആ മക്കൾ ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളുടെ അരികിലേക്കും അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയുടെ മേൽ അമ്മ അലിവായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ രോഗികളായ മക്കളിലേക്കും ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരുരക്തം ഒന്ന് ഒഴുക്കണമേ. തല മുതൽ ഉള്ളം കാല് വരെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി അമ്മയുടെ നീലമേലങ്കിയാൽ തുടച്ച് രോഗമെല്ലാം മക്കളിൽ നിന്നും പൂർണ്ണമായി എടുത്തു മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ. അവരുടെ കടങ്ങൾ ഇളച്ചു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ശക്തമായി ഓരോ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ആ കുടുംബത്തിലേക്ക് സമാധാനവും സന്തോഷവും ഒഴുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളുടെ ജീവിതങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, പഠിക്കാനായി സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അത്ഭുതമായി അടയാളമായി അമ്മ കടന്നു ചെല്ലണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ള നല്ല ഭദ്രമായ ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരും
ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ ആഗ്രഹങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ. അമ്മേ മാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറെ ചികിത്സ നേടിയിട്ടും ഒരു ഫലവുമില്ലാതെ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു. ആ മക്കളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായ അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അത്ഭുതമായ അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. ഒരു ദൈവ പൈതലിനെ കൊടുത്തവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, തെറ്റിലകപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ഒരു കുഞ്ഞു പോലും നശിച്ചു പോകുവാൻ ഇടയാക്കരുതേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളെയും കാത്തു പരിപാലിക്കണമേ. എല്ലാ മക്കളെയും നമ്മുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ. തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ലെന്ന് മനസ്സിലാക്കി ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും ആ മക്കൾക്ക് കൊടുക്കണമേ. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യത്തിൽ വരുവാനും അങ്ങേ പുത്രന്റെ പൊന്മുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. എല്ലാ മക്കളുടെയും ജീവിത ആവശ്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. എല്ലാ മക്കളുടെയും ദുഃഖങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ആകുലത നിറഞ്ഞ അവരുടെ ഓരോരുത്തരുടെയും ഹൃദയ ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളിലേക്കും അമ്മ അനുഗ്രഹമായി കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾ ഇതാ കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് അമ്മയ്ക്ക് നൽകുന്നു. അമ്മയെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചിന്തയിലും പ്രവൃത്തികളിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലായി തുണയായി കൂടെ ഇരിക്കണമേ. ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.